അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ചോദിക്കണമെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാൻ തോന്നുകയാണ്. നമ്മൾ ഹറാമിൻ്റെ ഹലാലിൻ്റെയൊക്കെ ദർജകൾ പറഞ്ഞു. ബയ്യനായ ഹറാമും ബയ്യനായ ഹലാലും പറഞ്ഞു. ഇനി അതിൻ്റെ ഇടയിൽ കുറേ ശുബ്ഹാത്തുകളുണ്ട് എന്ന് പറഞ്ഞു. ആ ശുബ്ഹാത്തിൻ്റെ 5 ഇനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചിരുന്നത്. ആ 5 ഇനങ്ങളാണ് നമുക്ക് ഇനി പറയാനുള്ളത്. അവ്വലുഹ, അതിൽപ്പെട്ട ഒന്ന്. അപ്പോൾ ഇതിൽ ഒന്നാമത്തത് മാ വഖഅ ശക്കു ഫീ സബബിഹിൽ മുഹർരിം വൽ മുഹല്ലിൽ, ഹറാമ് ഹലാലും ഒക്കെ ആക്കണ കാരണത്തിലുള്ള സംശയം. ഇപ്പോൾ ഒരു സമ്പത്തിൻ്റെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഹറാമും ഹലാലും എല്ലാം കൂടി സമ്പത്തുള്ള ഒരാളെ ഉദാഹരണം പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് അത്തരം ഒരാളെ സമ്പത്ത് എടുത്താൽ, അയാളൊരു സമ്പത്ത് എടുത്താൽ ഇതിപ്പോൾ ഹറാമിലാണോ പെടുന്നത് ഹലാലിലാണോ പെടുന്നത് നമുക്ക് സംശയം ഉണ്ടാവുമല്ലോ. കാരണം ഇതിനെ മുഹരിമാക്കുന്ന കാരണം, ഇതിനെ മുഹല്ലിലാക്കുന്ന കാരണം, അഥവാ അതിനെ ഹലാലാക്കുന്ന കാരണം, ഹറാമാക്കുന്ന കാരണം, അത് നമുക്ക് സംശയം ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു കാര്യമാകുമ്പം ബദാലിക്ക് അതിലായഖ്ലു ഒഴിവല്ല ഇമ്മ അയ്യക്കൂന മുതആദിലൻ, ഒന്നുകിൽ ഇത് രണ്ടും തുല്യമായിരിക്കും. ഹറാമാകാനുള്ള സാധ്യതയും ഹലാലാവാനുള്ള സാധ്യതയും തുല്യമായിരിക്കും ഒരു പക്ഷേ. ഔ ഗലബ അഹദുൽ ഇഹ്തിമാലൈനി, അല്ലെങ്കിൽ രണ്ടാമതൊരു സാധ്യത കൂടുതലുണ്ടാകാം. ഇവൻ്റെത് കൂടുതലും ഹറാമാകാനാണ് സാധ്യത, എന്നാൽ ഹലാലാവാനുള്ള ചെറിയ സാധ്യതയുമുണ്ട്. അതല്ലെങ്കിൽ ഹലാലാവാനാണ് സാധ്യത കൂടുതൽ, ഹറാമാവാനുള്ള സാധ്യത ചെറുങ്ങനെ അതുകൊണ്ട്. അല്ല, രണ്ടും ഒരുപോലെയാണ് സാധ്യത. അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ നോക്കുന്ന ഒരു വിഷയത്തിന് നമ്മൾ ആലോചിക്കണം കേട്ടോ. അവിടെ ഫൈൻ തആദലൽ ഇഹ്തിമാലാനി, രണ്ട് സാധ്യതയും ഒരുപോലെയാണെങ്കിൽ അവിടെ കാനൽ ഹുക്കുമോ, ഹുക്കുമായിരിക്കും ലിമാ ഉരിഫ ഖബ്ലഹു, നേരെ മുമ്പ് അറിയപ്പെട്ട ഹുക്കും എന്താണോ ആ ഹുക്കുമാണ് കൊടുക്കുക. ഫയസ്തസ്ഹബു, ആ ഹുക്കുമിനെ നേരെ ഈ സമയത്തേക്കും വെക്കും. ഇപ്പോൾ ഒരു സാധനത്തിനെക്കുറിച്ച് ഇതിപ്പോൾ ഹലാലാണോ ഹറാമാണോ എന്നാ സംശയം. രണ്ടിൻ്റെയും സാധ്യത ഒരുപോലെയാണ്. എന്നാൽ ഇപ്പം ഈ സാധ്യത പോയിട്ട് നേരത്തെ ഇതിൻ്റെ ഹുക്കും എന്താണെന്നാണ് പിന്നെ നോക്കുക നമ്മൾ. അത് ഹലാലാണെങ്കിൽ ഇപ്പോഴും ഹലാലാണ്, അത് ഹറാമാണെങ്കിൽ ഇപ്പോഴും ഹറാമാണ്. വൈന ഗലബ, ഒരു ഇഹ്തിമാലിന് കൂടുതൽ സാധ്യത ഉണ്ടെങ്കിൽ കാനൽ ഹുക്കും ഗാലിബിനിക്കാണ് ഹുക്കും കൊടുക്കുക. ഹറാമാവാനുള്ള സാധ്യതയാണ് കൂടുതൽ, എന്നാൽ ഹറാമാണ്. ഹലാലാവാനുള്ള സാധ്യതയാണ് കൂടുതൽ, എങ്കിലത് ഹലാലാണ്. ഇങ്ങനെയാണ് വരിക. ഈ പറഞ്ഞ കാര്യം നമുക്ക് 4 കോലത്ത് ഇവിടെ പറയാൻ പോവാം. വതബയ്യന ദാലിക ബി അർബഅത്തി അഖ്സാമി വതുബൈ, ഇതെന്ത് ചെയ്യും, 4 കിസ്മിലായിട്ട് ഈ കാര്യം വ്യക്തമാവും. ഇപ്പോൾ ഈ പറഞ്ഞതിന് നമ്മൾ ഇപ്പോൾ കുറച്ച് തിരയുമുണ്ടാവും ഒരു പക്ഷേ 4 കിസ്മ് പറഞ്ഞ് കഴിയാണ്ട്. അപ്പം മുഹല്ലിലും മുഹരിമുമാകുന്ന കാരണത്തിലാണ് നമുക്കിവിടെ സംശയം വരുന്നത്. അപ്പം പരസ്പരം ഒരേപോലുള്ള സമമായ സംശയം, ഒരു ഭാഗത്തിന് കൂടുതൽ ഹറാമാവാനുള്ള സംശയം, ഹറാമാണോ എന്നുള്ള സാധ്യത കൂടുതലെങ്കിൽ ഹലാലാണെന്നുള്ള സാധ്യത കൂടുതൽ, ഇങ്ങനെ പലതും 4 രീതിയിൽ വരും. അൽ ഖിസ്മുൽ അവ്വൽ ഇതെന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ മുത്തവസ്യത്താവുന്ന ശുബ്ഹത്ത് 5 ഉണ്ട് എന്ന് പറഞ്ഞ് അതിൽപ്പെട്ട ഒന്നിനെയാണ് ഇനി 4 പോകണം കേട്ടോ. അപ്പം ഈ ബാക്കി 4 വേറെ പറയണ്ടേ നമുക്ക്. ഒരു കിസ്മ എന്താ വെച്ചാൽ അൻ യകൂന തഹരീമ മാലൂമൻ സുമ്മ യഖഉ ശക്കു ഫിൽ മഹല്ലിൽ, ഒരു സാധനമാകുക, ഒരു സാധനത്തിന് ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം, അത് മഷ്ഹൂറാണ് ഹറാമാന്നുള്ളത്, പക്ഷേ പിന്നെ ഒരു ഹലാലാക്കണ കാര്യം വന്നോ എന്നൊരു സംശയം. അങ്ങനെ വരാം. ഒന്നുകിൽ ഉദാഹരണം മിസാലുഹു, പ്രധാന ഉദാഹരണം പറയുന്നുണ്ട്. അൻ യർമിയ സഹമ ഇലാ സ്വൈദിൻ, ഒരു വേട്ടമൃഗത്തിലേക്ക് അമ്പെയ്യുക. ഫയുജ്രിഹു, ആ അമ്പെന്ത് ചെയ്തു, ആ വേട്ടമൃഗത്തെ മുറിവാക്കി. വയഖഉ ഫിൽ മായി, അങ്ങനെ ആ മൃഗം പോയിട്ട് വെള്ളത്തിൽ വീണ്. ഫയുസാദിഫു, ആ മൃഗത്തെ അവന് കിട്ടി, മയ്യത്തൻ, ജീവൻ പോയിട്ട് കിട്ടി. നമ്മൾ സാധാരണ വേട്ടയാടുമല്ലോ. അപ്പം മൃഗത്തെ നമ്മൾ അമ്പെയ്തു. അമ്പെയ്ത് വേട്ടയിടാൻ പറ്റും. ഈ നമ്മൾ അമ്പെയ്തിട്ടാണ് ആ മൃഗം ചത്തതെങ്കിൽ തിന്നും ചെയ്യാൻ വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ നടക്കണം എന്താണ്, അമ്പെയ്തു, ആ മൃഗം നേരെ പോയിട്ട് വെള്ളത്തിൽ വീണ്, അത് ജീവൻ പോയിട്ട് കിട്ടി. ഇതിപ്പോൾ അമ്പ് കൊണ്ടിട്ടാണോ ജീവൻ പോയത് അതോ വെള്ളത്തിൽ പോയിട്ടാണോ ജീവൻ പോയത്, തർക്ക സംശയമല്ലേ. ഇവിടെ ചത്തു എന്നുള്ളത് ഉറപ്പാണ്. ചത്ത സാധനം തിന്നാൻ പറ്റൂല, ഹറാമാണ്. പക്ഷേ ഇവിടെ ഹലാലാവാനുള്ള സാധ്യത ഉണ്ട്, കാരണം അമ്പ് ചെയ്തിട്ടുണ്ട്. അമ്പ് കൊണ്ടാണ് മരിച്ചതെങ്കിൽ ഹലാലാണ്, വെള്ളത്തിൽ വീണ് മരിച്ചതാണെങ്കിൽ പറ്റൂല. വലാതിരി, ഓനറിയില്ല അന്നഹു മാത്തബിൽ ഗർഖി, മുങ്ങിയിട്ടാണോ മരിച്ചത്, ഔബിൽ ജർഹി, മുറി കൊണ്ടാണോ മരിച്ചത്, എങ്കിൽ ഫഹാദ ഹറാമുൻ, ഇത് ഹറാമാണ്. എന്താ കാരണം എന്നറിയോ, തഹരീമ മാലൂമാണ്. ശവമാണല്ലോ സാധനം, എന്തായാലും ചത്ത സാധനം എന്തായാലും ഹറാമാണ്.
പിന്നെ ഇത് ചത്തത് നമ്മളെ അമ്പ് കൊണ്ടിട്ടാണെങ്കിൽ അത് ഹലാലാകുമായിരുന്നു, പക്ഷെ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ പിന്നെ ചത്തത് ഹറാമാണ് എന്നുള്ള ആ നിയമത്തിൽ അടുപ്പെടും, അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഫഹാദ ഹറാമൻ ലിഅന്നൽ അസ്ല തഹരീമു, അസ്ൽ തഹരീമാണ്. കാരണം മൃഗങ്ങളുടെ കാര്യത്തിലൊക്കെ അസ്ൽ തഹരീമാണ് വരിക. ജീവനുള്ള സാധനങ്ങളെ ജീവൻ പോക്കുന്നതാണല്ലോ. അപ്പോൾ ശവം എന്ന പരിധിയിലാണ് അത് മൊത്തത്തിൽ വരിക. ഇപ്പോൾ ഈ മൃഗങ്ങളൊക്കെ അർത്ഥത്തിലെ നമ്മൾ ഇന്നത്തെ ഈ രീതികളൊക്കെ അങ്ങനെയാണല്ലോ. അത് സംശയമാണെങ്കിൽ അത് തിന്നൽ ഹറാമാകാണ് ചെയ്യുക. കാരണം അത് ശവം എന്നുള്ള പരിധിക്കാണത് കൂടുതൽ വരുന്നത്. ഇല്ല ഇതാ മാത്തബി തൊരീഖ് മുഅയ്യനിൻ, ഒരു മുഅയ്യനായ രീതിയിലാണ് ചത്തത് എങ്കിൽ ഒഴികെ. മൊത്തത്തിൽ ഹറാമാണ്, ഒരു പ്രത്യേക രീതിയിലാണ് ചത്തത്. നമ്മൾ അറുത്തിട്ട് മരിച്ചതാണ്, ജീവൻ പോയതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അറവ് വഴിയാണ് ജീവൻ പോയത്, അപ്പോൾ പറ്റും. നമ്മൾ അമ്പ് ചെയ്ത് വേട്ടയായിട്ട് ആ അമ്പിൻ്റെ മുറിയായിട്ടത് ചത്തു പറ്റും. അപ്പോൾ നമുക്കൊരു വഴിയുണ്ട്. ഇവിടെ ഈ രണ്ട് വഴിയും തമ്മിൽ സംശയം വന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് വിഷയം വരുന്നത്. അപ്പോൾ നമുക്ക് സംശയമായി. അപ്പോൾ എന്ത് ചെയ്യും? പൊതുവെ ശവത്തിൻ്റെ ഹുക്കുമെന്താ ഹറാം, ആ ഹുക്കുമിലേക്കാൾ പോകും. ഇവിടെ വഖായ ശക്ക് ഫി തരീഖിൽ മുഅയ്യനി, ആ മുഅയ്യൻ ആ വഴിയുടെ കാര്യത്തിലൂടെ സംശയം വന്നു. അപ്പോൾ ഫലാ യുത്റകുൽ യഖീനു ബിശക്കി, ഹറാമാണെന്ന യഖീനെ ഈ സംശയത്തിൻ്റെ പേരിൽ ഒഴിവാക്കപ്പെടില്ല. മൊത്തത്തിൽ ശവം ഹറാമാന്നുള്ളത് യഖീനുള്ള കാര്യമാണ്. അതിപ്പോൾ ഈ സംശയത്തിൻ്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തൂല. നമുക്കൊരു രീതി ഇങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ഒരു രീതി വെക്കുക. ആ യാരിഫലഹില്ല, ഹലാലാണെന്ന് ഉറപ്പാണ് ആദ്യം അറിയും. ഹറാമിൻ്റെ കാര്യത്തിൽ സംശയം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അസ്ൽ എപ്പോഴും ഹറാമാണ്, പക്ഷേ ഹലാലാക്കുന്ന കാര്യം കൂടെ ഉണ്ടായോന്ന് സംശയം. അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞത്. ഇനി പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. ഹലാലാന്ന് ആദ്യം ഹലാലാന്നുള്ള ഉറപ്പാണ്, പക്ഷേ ഇത് ഹറാമാക്കണ വല്ല കാരണവും ഉണ്ടായോ എന്നൊരു സംശയം. അവിടെ ഫൽ ഹുക്കുമുൽ ഹില്ലി, അത് ഹലാലാന്ന് ഹുക്കുമൽപ്പിക്കുക. നേരത്തെ പറഞ്ഞ അതേമാതിരി തന്നെ നേരത്തെ ഹറാമാന്ന് ഹുക്കുമിപ്പിക്കണമാതിരി ഇവിടെ അത് ഹലാലാണെന്ന് നോക്കും. ഉദാഹരണം, കമൈദാനക്ക ഹറുജുലാൻ ഇമ്രാത്തേനി, രണ്ടാൾക്കാർ രണ്ട് പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു. ഓരോരുത്തർ ഓരോ ആൾക്കാരെ, ഒരു പെണ്ണിനെ ഓരോരുത്തർ രണ്ടാൾക്കാർ രണ്ട് പെണ്ണുങ്ങളെ വിവാഹം ചെയ്തു. അപ്പോൾ ത്വാഇറുൻ, ഒരു പക്ഷിയുടെ പാറി മുന്നിൽ കൂടെ. ഉദാഹരണം പറയട്ടോ. അതിലൊരാൾ പറഞ്ഞ് ഫഖാല അഹദുഹുമാ ഇൻകാന ഹാദാ ഖുറാബൻ ഫംറാത്തി ത്വാലിഖുൻ, ഈ പാറിയ പക്ഷി കാക്കയാണെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ തൊലാക്ക് പോയി. മറ്റേ ആളെന്ത് പറഞ്ഞാരോ, ഇല്ലം വെക്കുന്ന ഖുറാബൻ ഫംറാത്തി ത്വാലിഖുൻ, അത് കാക്ക അല്ലെങ്കിൽ എൻ്റെ പെണ്ണുങ്ങൾ ത്വാലിക്കാണ്. എങ്ങനെയുണ്ട് പരിപാടി? രണ്ടാൾ വിവാഹം ചെയ്തതാണ്. എന്നിട്ട് ഓല് പറഞ്ഞ വർത്താനം എന്താ? ഒരു പക്ഷിയുടെ ഉദാഹരണം പറയട്ടത്, ഒരു പക്ഷി പാറിയപ്പോൾ അത് കാക്കയാണോ അല്ലേ പിടുത്തം കിട്ടിയില്ല. ഇത് കാക്കയാണെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ തൊലാക്കുകയും എന്നാ ഒരുത്തം പറഞ്ഞു. മറ്റോനോ അത് കാക്ക അല്ലെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ തൊലാക്കുകയും. ഈ പക്ഷി ഇപ്പോൾ ഒന്നുകിൽ കാക്കയാണ് അല്ലെങ്കിൽ കാക്ക അല്ല, പക്ഷെ ഇത് തിരിഞ്ഞില്ല. അത് പക്ഷി പാറിപ്പോയി. ഞാൻ കാട്ടുക, പക്ഷിയാണെന്നും അറിയില്ല, പക്ഷി അല്ലേന്നും അറിയില്ല. ഏതാണെങ്കിലും ഇവിടെ ഒരാളെ തൊലാക്ക് ഇവിടെ പോകണം. ഇവിടെ എന്താ സംഭവിക്കാറ്? ഒരു കുഴപ്പമില്ലാന്ന് നമ്മൾ വെക്കുക. കാരണം എന്തുകൊണ്ട്? ഇവർ രണ്ടാളും വിവാഹം ചെയ്ത പെണ്ണുങ്ങളാണ്. അപ്പോൾ അത് ഹലാലാന്ന് ഉറപ്പാണ്. മനസ്സിലാക്കണ്ടോ? ഹലാലാന്ന് ഉറപ്പാണ്. ഇനി പ്രശ്നം എന്താണ്? ഹറാമാക്കുന്നത് തൊലാക്ക. ആ തൊലാക്ക് ഉണ്ടായോ എന്ന് ഇവിടെ സംശയമാണ്. കാരണം എന്തുകൊണ്ട്? അത് ഉറപ്പിക്കണമെങ്കിൽ ഈ പാറിയത് കാക്കയാണോ അല്ല നമുക്ക് തീരണം. രണ്ടും തിരിഞ്ഞിട്ടില്ല. അപ്പോൾ സംശയം നിലനിൽക്കുന്നത് കൊണ്ട് തൊലാക്ക് പോയിട്ടില്ല. ഭാര്യമാരായിട്ട് രണ്ടാളും നിലനിൽക്കും. അത് തിരിയാഞ്ഞാൽ മതി. അത് തിരിഞ്ഞാൽ പിന്നെ ഒരാളെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹലാലാണെന്ന് ഉറപ്പായിരുന്നു ആദ്യം, പക്ഷേ ഇപ്പോൾ ഹറാമാകാനുള്ള സാധ്യത ഇവിടെ നിലനിന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഹലാലാണെന്ന് തന്നെ തീർച്ചപ്പെടുത്തും. ബഖിയ മുൽത്തബിസൻ, ആ വിഷയം അറിയാതെ അവിടെ നിലനിന്നു. കാക്കയാണോ കാക്ക അല്ല എന്നുള്ളത് മനസ്സിലായതല്ല പിന്നെ. അപ്പോൾ ഫലാ യുഹ്കമു ബി തഹരീമിൽ ബത്ത, ഒരിക്കലും ഹറാമാണെന്ന് ഒരിക്കലും നമ്മൾ വിധി കൽപ്പിക്കൂല. ആ രണ്ടാൾക്കാർക്കും ആ രണ്ടാളെയും പെണ്ണുങ്ങൾ ജായിസാണ്. മാലം എത്തബയ്യൻ, ആ കാര്യം വ്യക്തമാകാത്ത കാലത്തോളം അനുവദനീയമാണ്. അല്ലാഹു അലം. ഇനി മൂന്നാമത്തെ ഖിസ്മിൽ വരുന്നത് ഹറാമാണ് അസ്ൽ. അപ്പോൾ അസ്ൽ തഹരീമാണ്, പക്ഷേ ലാക്കിൻ തൊറഅമ ഔജബ തഹലീലഹു, ഹലാലിനെ അനിവാര്യമാക്കുന്ന ഒരു സംഗതി ഉണ്ടായി. നമ്മൾ രണ്ടാം ഖിസ്മ് പറഞ്ഞതിൻ്റെ നേരെതിൽ, അതായത് ഹലാലാണ് എന്നത് ഉറപ്പായിരുന്നു, പക്ഷേ ഹറാമിൻ്റെ ഒരു കാര്യത്തിൽ സംശയം വന്നു. ആ രണ്ട് ഭാര്യമാർ അനുവദനീയമാണെന്ന് ഉറപ്പാണ്, പക്ഷേ ബംഗാളിയുടെ വർത്താനം പറഞ്ഞതുകൊണ്ട് അത് ഹറാമാവാനുള്ള സാധ്യത തോന്നി. ഇത് നേരെ തിരിച്ചിഞ്ഞി ഹറാമാണ് അസ്ൽ, പക്ഷേ ഹലാലിനെ അനിവാര്യമാക്കുന്നൊരു സംഗതി ഉണ്ടായിത്തീർന്നു. ബിളന്നിൻ ഗാലിബിൻ, ഗാലിബ അവന് മികച്ച ധാരണ കാര്യത്തിലുണ്ടായി. ഒരു ഹലാലാക്കുന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫഹുവ മഷ്കൂക്കും ഫീ, അതൊരു ശക്കുള്ള സാധനമായി. അപ്പോൾ നമുക്ക് സംശയമായി.
അങ്ങനത്തെ കാര്യങ്ങൾ പോലെ ഗാലിബ് ഹില്ലുഹു, അത് ഗാലിബും അത് ഹലാലാവാനാ സാധ്യത. കാരണം അസല് ഹറാമാണ്, പക്ഷേ ഹലാലാക്കുന്ന സംഗതി ഇവിടെ നമ്മൾ ഉണ്ട് കണ്ടല്ലോ. എന്താ ഇനിയിപ്പോൾ എന്തിനാ ഹറാമാണ് നടക്കുന്നത്? എന്നാലും ഉറപ്പറ്റല്ലോണു. ഉദാഹരണം നോക്കാം, മിസാലുഹു ആ എർമയിലാ സൊയ്തീൻ, ഒരു വേട്ടയെ എറിഞ്ഞു, അമ്പ ചെയ്തു. ഫയഗീബു, പിന്നെ അത് ഓടിപ്പോയി, നമ്മളെ കൺമുന്നിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ ആ സാധനത്തിനെ ചത്തെടുക്കുന്നത് കണ്ടു. സുമ്മ യുദീക്കുഹു മയ്യിത്തൻ വലൈസ അലൈഹി അസറുൻ സിവാ സഹ്മിഹി, നമ്മുടെ അമ്പിൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിൻ്റെ മേത്തില്ല. ആലോചിച്ച് നോക്കണം. ശവം ഹറാമാണ്, അസൽ തഹരീമാന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇപ്പോൾ അമ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പം വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ വേട്ടയാടി അവൻ്റെ മുമ്പിൽ നിന്നാണ് ചത്തതാണെങ്കിൽ ഓക്കെ, നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അതല്ല, അത് ഇവിടുന്ന് നമ്മളെ കൺമുന്നിൽ നിന്ന് പോയി ചത്തെടുക്കണത് കണ്ടും ചെയ്ത്. അപ്പം എന്തായി, നമ്മളെ അമ്പ് ചെയ്തതുകൊണ്ടായിരിക്കാം. എന്നാൽ വേറെ കാരണമാവാം, പക്ഷേ വേറെ കാരണത്തിനൊന്നും കാണാനൊന്നുമില്ല. വേറെ ഈ അമ്പിൻ്റെ മുറി മാത്രമേ ഉള്ളൂ. വേറെവിടെങ്കിലും കുത്തിയിട്ടോ ആരെങ്കിലും വീണിട്ടോ മുറിയായിട്ടോ ഒന്നും കാണാനൊന്നുമില്ല. അപ്പം പിന്നെ ഇപ്പം എന്താ, അപ്പം നമ്മൾ അമ്പ് ചെയ്തിട്ട് തന്നെ മരിച്ച് സ്വാഭാവികമായിട്ടും പറയാമല്ലോ, അതിനല്ല ഇപ്പോൾ കൂടുതൽ സാധ്യത. എന്നാൽ മറ്റു സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാന്ന് മാത്രം. പിന്നെ സുമ്മതിരിക്കും വലൈസ അലൈഹി അസ്റുൻ സിവാ സഹ്മിഹി, പക്ഷേ വലാക്കിൻ യഹ്തമിലു, സാധ്യത ഉണ്ടാകും, അന്നഹു മാത ബി സഖത്തത്തിൻ ഔ ബി സബബിൻ ആഖർ, അത് വീണുകൊണ്ട് ചത്തതാണ്, അല്ലെങ്കിൽ മറ്റെന്തോ കാരണം കൊണ്ട് ചത്തതാണെന്നുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലൊന്നും കാണുന്നൊന്നുമില്ല, അടയാളങ്ങളൊന്നും. അപ്പം പിന്നെ നമ്മൾ എന്തൊക്കണം, ശവം അടിസ്ഥാനപരമായിട്ട് ഹറാമാണെങ്കിൽ പോലും നമ്മളിതിനെ അമ്പ് ചെയ്തിട്ടുണ്ട്, വേട്ടയിടാനൊക്കെ അമ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ വേറൊന്നും നമുക്ക് കാണാനുമില്ല. ശരി, അത് ഹലാലെന്ന് നോക്കാം, വിരോധമല്ല. അവിടെ ഫൈൻ ദഹറ സബബൻ ആഖർ, വേറെ വല്ല സബബ് ഉണ്ടെങ്കിൽ, മിൻ സ്വതുമത്തിൻ, ഒരു മുട്ടലോ, ഔ സഖത്തിൻ, അല്ലെങ്കിൽ വീഴലോ, അപ്പം ഇർത്തഹക ബിൽ ഖിസ്മിൽ അവലി, ഒന്നാം കിസ്മുക്ക് പോകും. ഒന്നാം കിസ്മ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഹറാമ് മാലൂമാവുക, ഹലാലിൻ്റെ കാര്യത്തിൽ സംശയം വരിക. അവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു, അമ്പ് ചെയ്ത് മൃഗം നേരം ചെയ്ത് വെള്ളത്തിൽ വീണു. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്തു, രണ്ടും തുല്യ സംശയമായി. ആ ഹുക്കുമിലേക്ക് ഇതും പോകും. കാരണം അമ്പ് ചെയ്തതിന് മൃഗം പാടി നമ്മളെ മുന്നിൽ നിന്ന് പോയി, പക്ഷേ പിന്നെ ചത്തെടുക്കണത് കണ്ട്, പക്ഷേ മേത്ത് വേറെ എന്തൊക്കെ മുറിങ്ങാണാണ്ട്. ഇപ്പോൾ സംഗതി പിടുത്തം വിട്ട്. കാരണം എന്തുകൊണ്ട്, ഇവൻ്റെ അമ്പ് ചെയ്തതുകൊണ്ട് ചത്തതാവാം, ആ മുറിക്ക് അവിടെ പറ്റിയിട്ടും ആവാം, സംശയമായി. അവിടെ പിന്നെ ആദ്യം പറഞ്ഞ ഹലാൽ എന്നുള്ള പരിധിയുടെ ഹറാമിൻ്റെ പരിധിപ്പെട്ടു. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് അസല് ഹറാമാണ്, പക്ഷേ ഹലാലാവാനുള്ള സാധ്യത, കൂടുതൽ വലിയ സാധ്യത നമ്മളെ മുന്നിലിട്ട്, വേറെ സാധ്യത മുന്നിൽ പുതുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അയക്കാട് കൂട്ടും, അത് ഹലാലാണ് എന്നുള്ള പരിധിയിലേക്ക് എന്ത് ചെയ്യും, അത് കൂട്ടും. വഖദ് ഇഖ്തലഫ ഖൗലു ഷാഫിഈ റഹിമഹുല്ലാഹ് ഫീ ഹാദൽ ഖിസ്ം, ഈ ഖിസ്മിൽ ഇമാം ഷാഫി തങ്ങൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിൽ വൽ മുഖ്താറു അന്നഹു ഹലാലുൻ, അത് ഹലാലാണ് എന്നതാണ് പ്രബലാഭിപ്രായം. അത് ഹലാലാണ് എന്ന് വെക്കും. ഇനി നാലാമത്തെ ഖിസ്ം നോക്കുക. ഹലാലാണെന്ന് മാലൂമാണ്, അറിയപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്നാം ഖിസ്മിൻ്റെ നേരെ എതിര് ലന്നിൻ്റെ മേൽ ഗാലിബാകാണ് തൊറു എന്താണ് യഗ്ലിബു അല ലന്നി തൊറു അൻ യുഹരിമ, അത് ഹറാമാവാൻ ഒരു പുതുതായ ഒരു സംഗതി, ഹറാമാണെന്ന് സാധ്യതയുള്ള സംഗതി ഉണ്ടായി. അത് ബി സബബിൻ മുഅ്തബരിൻ ഷറയിൽ പരിഗണിക്കപ്പെടുന്ന ഒരു കാരണം കൊണ്ട്. ഹലാലാണെന്നുള്ളത് ഉറപ്പ്. ഇപ്പം നമ്മൾ നേരെ മുകളിൽ പറഞ്ഞാൽ എന്താ, ഹസല് തഹരീമാണ്, പക്ഷേ ഹറാമാണ്, ഹലാലിനെ അനിവാര്യമാക്കുന്ന ഒന്നുണ്ടായി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. ഹലാലാണെന്ന് ഉറപ്പാണ്, പക്ഷേ ഹറാമാണെന്ന് അനിവാര്യമാക്കുന്ന ഒരു പുതിയ സംഗതി ഉണ്ടായി. സംശയം ഉണ്ടാക്കുന്നതല്ല, അനിവാര്യമാക്കുന്ന. അപ്പം ഫയർത്തഫുൽ ഇസ്തിസ്ഹാബു, അപ്പം പിന്നെ നേരത്തെ ഉള്ള ഹലാലിൻ്റെ ഹുക്മിനെ ഇസ്തിസ്ഹാബ് ചെയ്യാന്നുള്ളത് ഇല്ലാതാവും. കാരണം വളരെ ബലഹീനമായി. വയുഹ്കമു ബി ഗാലിബിൽ ലന്നി, മികച്ച നമ്മുടെ വന്നനുസരിച്ചുകൊണ്ട് വിധിക്കും, അത് ഹറാമാണെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ സാധാരണ നമ്മളെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പോയിനുണ്ടാവും. ഇപ്പോൾ വെള്ളം ഉദാഹരണം പറഞ്ഞു, മിസാലുഹു ആ യഗ്ലിബ അലാ വന്നിഹി, ഒരാളെ വന്നുമ്മൽ ഗാലിബാകുക, നജാസത്ത് വാഹിദിൽ ഇനാഇനി, രണ്ടാമതൊരു പാത്രം നജസാണ് എന്ന്. അപ്പോൾ സാധാരണ ഇപ്പോൾ വെള്ളം ഹലാലാണ്, പാത്രം ശുദ്ധിയുള്ളതാണ്, അതാണല്ലോ അസല്, ഹലാലാണ്. പക്ഷേ അത് നമ്മൾ പ്രത്യക്ഷ കാരണം കണ്ട്, ഇപ്പോൾ ഒരു പാത്രത്തുമ്മൽ നായൊന്ന് തൊട്ട് കണ്ട്, അപ്പം പ്രത്യക്ഷ കാരണം നമ്മൾ കണ്ടു, നായൊന്ന് തൊട്ടിട്ടുണ്ട്. പിന്നെ ആരൊക്കെ പാത്രം കഴുകിയാണ് അവിടെ, അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് ഏട്ടം കഴുകാൻ സാധ്യതയൊക്കെ ഉണ്ട്, അത് സാധ്യത മാത്രമേ ഉള്ളൂ. അപ്പം ഈ പാത്രം ഹലാൽ നജസാണെന്ന് നമ്മൾ തീരുമാനിക്കും. കാരണം എന്തുകൊണ്ട്, ഹലാലാണെന്ന് ഉറപ്പാണെങ്കിലും ഹറാമാവലിനെ അനിവാര്യമാക്കുന്ന ഒരു കാരണം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെ മനസ്സിലാക്കുക. പൊതുവെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സംഗതി തന്നെയാണ് ഇതൊക്കെ. ഇവിടെ പറഞ്ഞ ഉദാഹരണം നോക്കുക. രണ്ടാമതൊരു പാത്രം നജസാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടു. അത് വലിയ എത്തിമതിയാല അലാമത്തിൻ മായജനത്തിൻ തൂജിബ് ഗലബത്തുലന്നി, അങ്ങനെ നമുക്ക് ഗലബത്തുലന് ഉണ്ടാക്കാവുന്ന ഒരു കാരണത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണം അവിടെ ഉണ്ടായി. അപ്പോൾ തൂജിബു തഹരീമ ഷുർബിഹി, അത് കുടിക്കൽ ഹറാമാണെന്നുള്ള
കുടിക്കൽ ഹറാമാക്കലിനെ അനിവാര്യമാക്കും. ഏതുപോലെ കമാ ഔജബത്തുമൻ അൽ വുളൂ ബിഹി, അതുകൊണ്ട് വുളൂ എടുക്കാൻ പറ്റാത്ത പോലെ. ഇപ്പോൾ 2 പാത്രം, ഈ 2 പാത്രത്തിലെ വെള്ളം അടിസ്ഥാനപരമായിട്ട് ശുദ്ധിയുള്ളതാണ്. പക്ഷേ ഒരു പാത്രം നജസാവാനുള്ള സാധ്യത നമ്മൾ ഉറപ്പിച്ചു. ഏതോ ഒന്ന് നജസാവാനുള്ള സാധ്യത നമ്മൾ ഒരു കാരണം ഉണ്ടായി. അപ്പോൾ ഉറപ്പായി ഏതോ ഒന്ന് നജസാണ്. ഏതോ ഒന്ന് നജസാണ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് ഗവേഷണം നടത്തണം. ഗവേഷണം നടത്തി ഉറപ്പിച്ചിട്ടേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതില്ലാത്ത കാലത്തോളം ആ 2 വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അസ്ലിഹില്ലായിട്ട് കാര്യമില്ല. ഇവിടെ ഹറാമാകലിനെ അനിവാര്യമാക്കുന്നത് അഥവാ നജസാണെന്ന് അനിവാര്യമാക്കുന്നൊരു കാരണം ഇവിടെ ഉണ്ടായി. അത് നമുക്ക് മനസ്സിലാവണം, അങ്ങോട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഉപയോഗിക്കൽ ഹറാം എന്നുള്ള പരിധിയിലേക്ക് വരും. നേരെ മുകളിൽ നമ്മൾ പറഞ്ഞ 3-ാം കിസ്മുണ്ട്. അവിടെ ഹറാമാണെന്ന് ആദ്യം ഉറപ്പാണ്, പക്ഷേ ഹലാലാണെന്ന് അനിവാര്യമാക്കുന്ന കാരണം ഉണ്ടായി. അപ്പോൾ അത് ഹലാലാണെന്ന് നോക്കൂ. ഇങ്ങനെ ഈ നിലക്ക് ഈ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചിരുന്നൊരു വിഷയമാണ്, അന്ന് തന്നെയാണ് തുടങ്ങിയല്ലേ, പിന്നെ മുത്തവസ്സിത്ത ഖിസ്മ് അഥവാ പിന്നെ ശുബഹത്ത് 5 തരമുണ്ട് എന്ന്. അതിൽപ്പെട്ട ഒന്നാണ് മുഹല്ലിൽ മുഹരിമിൻ്റെ സബബിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടാവുക എന്ന്. അത് 4 കിസ്മുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞ് പൂർണ്ണനാക്കിയത്. ഇനി 2ാമത്തെ ശുബഹത്താണ് പറയാനുള്ളത്. അത് മിസാലു സാനി അലി ശുബഹത്തിൻ്റെ 2ാമത്തെ മിസാൽ. തൽക്കാലം നാളെ വെക്കാം. കുറച്ച് ടൈറ്റുള്ള ഭാഗമാണ്. നമ്മുടെ ഈ ഓൺലൈൻ ആയതുകൊണ്ടുള്ള ഒരു പ്രയാസം ഈ കാര്യത്തിലുണ്ട്. കാരണം എത്രത്തോളം ഇത് ക്യാച്ച് ചെയ്യുന്നുള്ളത് അറിയില്ല. പിന്നെ മനസ്സിലാണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്യും. നേരെ മുന്നിൽ പറയുന്ന മാതിരിയല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞിടത്തോളം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അങ്ങനെ നെയ്യത്തിക്കണം, അങ്ങനെയായിട്ട് വിചാരിച്ച് സമാധാനപ്പെടുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് വഴിയോ പേഴ്സണലായിട്ടോ ചോദിച്ച് തീർക്കണം. കുറച്ച് ടൈറ്റുള്ള സ്ഥലമാണ്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായി ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ അർത്ഥത്തിൽ തന്നെ വിഷയത്തെ സമീപിക്കുക, അങ്ങനെ തന്നെ പഠിക്കുകയും ചെയ്യുക. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ നിർത്തുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.